ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കിസാൻ ക്രാഫ്റ്റിൻ്റെ 5 ലിറ്ററിൻ്റെ മാനുവൽ സ്പ്രേയറുടെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സീരിയൽ നമ്പർ KKPS 5000 ആണ്. ഇതിൻ്റെ MRP റേറ്റ് 800 rupees ആണ്. നമുക്ക് ആദ്യം ബോക്സിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ബോക്സിനകത്ത് ആദ്യം നമുക്ക് നോസിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള സ്പ്രേ ലാൻസ്, അതായത് സ്പ്രേൻ്റെ ആ ട്യൂബ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് ഓറിങ്സ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇത് എക്സ്ട്രാ വാഷേഴ്സാണ്. അപ്പോൾ നമുക്കിത് ഫ്യൂച്ചറിൽ വാഷറൊക്കെ പോയാൽ ഉപയോഗിക്കാനുള്ളതാണ്. അത് സേഫായിട്ട് വെക്കണം. പിന്നെ ഉള്ളത് സ്പ്രേയറുടെ മെയിൻ ബോഡിയാണ്. അതൊരു ഹോസിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ആദ്യം എടുത്ത സ്പ്രേ ലാൻസ്, അതായത് ആ സ്പ്രേയുടെ ട്യൂബ് പോലെയുള്ള സാധനം, അതും ഹോസും തമ്മിൽ കണക്ട് ചെയ്യാൻ ഓറിങ്സിൻ്റെ പാക്കറ്റിനകത്ത് ഒരു ചെറിയൊരു നോസിൽ ഐറ്റം ഉണ്ട്. അതെടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ഫിറ്റ് ചെയ്യാം. സ്പ്രേയർ ഫിറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. സ്പ്രേയറുടെ മെയിൻ ബോഡിയുടെ ഒരു സൈഡിലായിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് അറിയാനായിട്ട് മാർക്കിങ്സ് ചെയ്തിട്ടുണ്ട്. വെള്ളം നിറക്കാനായിട്ട് കറുത്ത മൂടി കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മുടെ മാക്സിമം ഫില്ലെന്ന് കാണിച്ച ആ ഒരു അളവ് വരെ വെള്ളം ഫില്ല് ചെയ്യാം. വെള്ളം ഫില്ലായതിനു ശേഷം നമുക്ക് ലിഡ് തിരികെ ഇട്ട് ക്ലോസ് ചെയ്യാം. ഈ ലിഡിൽ തന്നെയാണ് പ്രഷർ പമ്പ് വെച്ചിട്ടുള്ളത്. നമ്മുടെ വെള്ളം ഫില്ലായതിനു ശേഷം ഈ പമ്പ് അൺലോക്ക് ചെയ്തിട്ട് പമ്പ് ചെയ്യാം. പമ്പിൽ പ്രഷർ കൂടിയതിന് ശേഷം, അതായത് നമുക്ക് പമ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതിനു ശേഷം നമുക്കിത് തിരിച്ച് ലോക്ക് ചെയ്ത് വെക്കാം. ഈ സ്പ്രേയറുടെ ഒരു സൈഡിൽ സേഫ്റ്റി വാൾവ് ഉണ്ട്. അതായത് നമ്മുടെ എക്സ്ട്രാ പ്രഷർ, അധികമായ പ്രഷർ കളയാനാണിത്. പമ്പ് ലോക്ക് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഹാൻഡിലായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ബെൽറ്റും നമുക്ക് ഹാൻഡിലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു സ്പ്രേയറുടെ ലിഡിൻ്റെ 2 വശത്തായിട്ട് നമുക്ക് വെള്ളമടിക്കുന്ന ട്യൂബ് വെക്കാനായിട്ട് ഹാൻഡിൽസ് ഉണ്ട്. നമുക്ക് ഈ സ്പ്രേയറിൽ ഫെർട്ടിലൈസേഴ്സോ വെള്ളമോ എന്തായാലും സ്പ്രേ ചെയ്യാൻ പറ്റും. ഹോസിൻ്റെ കൂടെ അറ്റാച്ച് ആയിട്ടുള്ള ലോക്ക് പ്രസ് ചെയ്താൽ വെള്ളം വരും. ഇതിൻ്റെ നോസിൽ അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു പ്രഷർ റേറ്റ് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ നോസിലൊന്ന് തിരിച്ചാൽ നമുക്ക് സ്പ്രേ പോലെയോ അല്ലെങ്കിൽ ഒറ്റൊരു സിംഗിൾ ലൈനായിട്ട് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ഒരു സ്പ്രേയറിൽ നമ്മൾ പമ്പ് ചെയ്തിട്ട് എയർ കംപ്രസ് ചെയ്യാണ്. ആ ഒരു കംപ്രസ്ഡ് എയർ കാരണമാണ് വെള്ളം പ്രഷറിൽ പുറത്തേക്ക് വരുന്നത്. ഞങ്ങൾ ഈ ഒരു സ്പ്രേയർ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 4-5 മാസമായി. അപ്പം ഞങ്ങൾക്ക് ഇതുവരെയും ലീക്കേജോ വേറെ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. ഇത് നല്ല ഡ്യൂറബിൾ ആണ്, നല്ല ശക്തിയുള്ള, നല്ല സോളിഡ് ബിൽഡാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെത്. അതുമാത്രമല്ല, ലോക്ക് പ്രസ് ചെയ്ത് പിടിക്കുന്നതിന് പകരം നമുക്ക് ലോക്ക് ഫുൾ ടൈം നമ്മൾ ഉപയോഗിക്കുന്നത് വരെ അത് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം വീണ്ടും നല്ല കുറേ വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.